ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. അഗ്രേ പശ്യാമി സപ്തർഷികളുടെ വിരൽ തുമ്പില ബ്രഹ്മസൂത്രം രുദ്രാക്ഷം പോലുടക്കി തിരിമറികൾ നടത്തുന്ന മായാവിലാസം. ചിത്രേമത്തിന്റെ മാറത്തണിയുവതിനു കൈവന്നതാമിന്ദ്രനീലം സ്വത്വം തേടും രഥത്തെ പരമപദമണക്കുന്ന കാരത്യവേഗം. അങ്ങനെ നമ്മൾ വീണ്ടും ആ ഭഗവാന്റെ അളവില്ലാത്ത അനുഗ്രഹ വർഷം കൊണ്ട് ഇന്നും ഭഗവാന്റെ കഥ പറയാനുള്ള അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അത് പറയാൻ തുടങ്ങുകയാണ്. എന്താ അപ്പം ഇന്നലെ എവിടെ വെച്ചത്? കാലയവനും പറയുന്നത് ഭഗവാനോട്, രാജാവേ, ഞാൻ വരുന്നത് മധുരയിൽ നിന്നാണ്. അങ്ങ് കാളിന്തി തടത്തിലെത്തിയ വിവരം അറിഞ്ഞ് അവിടുത്തെ രാജാവും പരിവാരങ്ങളും നാടൊഴിഞ്ഞു പോയിരിക്കുന്നു. നാഥനില്ലാത്ത മധുരയിൽ പ്രജകളും ഇല്ല. ഇന്നലെ രാത്രി തന്നെ അവരും യമുന കടന്ന് പടിഞ്ഞാറോട്ട് നടന്നു കഴിഞ്ഞു. മധുരയെ ഉപരോധിക്കാത്തതിന് അങ്ങക്ക് കടന്നു വരാം. ഞാൻ അവിടെ ജീവിച്ചിരിക്കുന്നവരുടെ പ്രതിനിധിയായി വന്നതാണ്. ഇനി വേണ്ടത് എന്തോ അതങ്ങ് പറയും പോലെ ആവാം. എന്താ വിനയം പൊന്നുണ്ണി, എന്താ വിനയം. കാലയവൻ മാധവനെ സൂക്ഷിച്ചു നോക്കിയിട്ട് ചോദിച്ചു, എന്താണ് നിന്റെ പേര്? അപ്പ പറഞ്ഞു, എനിക്ക് സ്ഥിരം പേരൊന്നുമില്ല. അമ്മയും അച്ഛനും കൃഷ്ണൻ എന്ന് വിളിക്കും, ചിലർ കേശവൻ എന്ന് വിളിക്കും, പിന്നെ ഏത് പേരും എനിക്ക് ഇണങ്ങുകയും ചെയ്യും. കണ്ണാ എന്നും വിളിക്കുന്നവരുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ, എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ കണ്ണാന്ന് വിളിക്കും, ഉണ്ണീന്ന് വിളിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ പേര്. കാലയവന്റെ മനസ്സിലൊരു വെള്ളടി വീണു. എൻ്റെ അപ്പ സ്തംഭിച്ചു പോയി. കൃഷ്ണനാ? മധുരയിലെ കൃഷ്ണനാ? അയ്യോ, ഇവന് വേണ്ടിയല്ലേ ഇത്ര ദിവസങ്ങളോളം പട നയിച്ച് ഇവിടെ എത്തിയത്. ഇവനെയല്ലേ ജരാസന്ധം ഭയക്കുന്നത്. വമ്പിച്ച പട ഈ തിരിയോളം വന്ന ചെറുക്കനെ ബന്ധിക്കുവാനല്ലേ എത്തിയിരിക്കുന്നത്. കഷ്ട. അത്ഭുതത്തോടെ കാലയവനും ചോദിച്ചു, കംസനെ വധിച്ച ഇടയബാലൻ നീ തന്നെ അല്ലേ? മഹാരാജൻ, എനിക്ക് അങ്ങനെ ഒരു കൈപ്പിഴവ് പറ്റിപ്പോയി. കൃത്രിമ വിനയം നടിച്ച് കൃഷ്ണൻ പറഞ്ഞു. കാലയവനിൽ വീണ്ടും അത്ഭുതം കുമിഞ്ഞു. എന്തൊരു ധൈര്യമാണ് കേശവനിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതോ അറിവില്ലായ്മയോ? 18 പ്രാവശ്യം യുദ്ധം ചെയ്തിട്ടും ഈ ബാലനെ കൊല്ലുവാൻ ജരാസന്ധന് കഴിഞ്ഞില്ലല്ലോ. അതും അതിശയമായിരിക്കുന്നു. അവന്റെ മുഖത്ത് നോക്കിയാൽ ആർക്കും വാൾ ഉയർത്തുവാൻ കഴിയുകയില്ല. എന്നാലും അവൻ പൊതുശത്രുവാണ്. ആ മുഖത്ത് നോക്കിയാല് യുദ്ധം ചെയ്യാനോ വാൾ ഉയർത്താനോ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനേ തോന്നുള്ളൂ. കൃഷ്ണ, നിന്റെ ധൈര്യത്തെ ഞാൻ മതിക്കുന്നു. സിംഹക്കൂട്ടിൽ ആട്ടിൻകൂട്ടി കയറുന്നത് പോലെയാണ് നീ വന്നു കയറിയത്. നിന്റെ നിഷ്കളങ്കത എനിക്ക് നന്നെ പിടിച്ചു. ഞാൻ നിന്നെ കൊല്ലുമെന്ന് ജരാസന്ധന് വാക്ക് കൊടുത്തിട്ടുണ്ട്. നിന്റെ കർമ്മം എനിക്ക് അത്ഭുതം ജനിപ്പിക്കുന്നതാണ്. കംസനെ കൊന്നു നീ നേടിയ മധുര എനിക്ക് തരുവാൻ നീ എന്റെ സമീപം വന്നിരിക്കുന്നു. ആ ധൈര്യത്തെ ബഹുമാനിക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. നീ എന്തെന്നറിയാത്ത പൈതൽ അഗ്നിയോട് മല്ലിടും പോലെയുണ്ട് നിന്റെ ഓരോ പ്രവൃത്തിയും. ഒരു നിമിഷം കഴിഞ്ഞിട്ട് വീണ്ടും ചോദിക്കുകയാണ് ഇവൻ. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിന്റെ വാക്കുകളെല്ലാം വിശ്വസിക്കുവാൻ എനിക്ക് വിഷമം തോന്നുന്നല്ലോ. നീ കൃഷ്ണനാണോ എന്ന് ആദ്യം എനിക്കറിയണം. അത് കഴിഞ്ഞു മതി ബാക്കി കാര്യങ്ങൾ. രാജാവ് 2 സൈനികരെ വരുത്തി പറഞ്ഞു, മധുരാ നഗരത്തിൽ ചെന്ന് 2 ആളുകളെ വിളിച്ചു കൊണ്ടുവരൂ. ഇവൻ കൃഷ്ണനാണോ എന്ന് അറിയണമല്ലോ. ഇടയച്ചുറുക്കൻ തന്ത്രശാലിയാണെന്ന് ജരാസന്ധൻ പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. സൈനികർ കുതിരപ്പുറത്ത് കയറി അപ്പോൾ തന്നെ മധുരയ്ക്ക് യാത്രയായി. സമയം ഇഴഞ്ഞു നീങ്ങി. ആകാശത്ത് ദേവകൾ നിരന്നു. കേശവന്റെ കൗശലം എന്താണെന്നറിയാതെ അവർ അമ്പരന്നു. ദേവന്മാര്. രാജാവിനെ അവർ പ്രണമിച്ചു. കാലയവനും പറഞ്ഞു, നിങ്ങളെ വരുത്തിയത് സൈനികർ 2 പേരെയും കൊണ്ടെത്തി. പാവങ്ങള് വന്നു ഭക്തികൊണ്ട്. കാലയവന് അവരോട് പറഞ്ഞു, നിങ്ങളെ വരുത്തിയത് ഈ നിൽക്കുന്ന ആൾ കംസനെ കൊന്ന മധുരയിലെ കൃഷ്ണനാണോ എന്നറിയുവാനാണ്. ആ ബാലനാണെങ്കിൽ സത്യസന്ധമായി പറയണം. അവര് പറഞ്ഞു, അവർക്കെന്താ പേടിയുണ്ടാ? കൂടെ നിൽക്കുന്നതരി ആ നിഴലില് ആ തണലിൽ നിൽക്കുന്ന കാലത്തോളം അവർക്ക് പേടിയില്ല. എനിക്കും പേടിയില്ല. ഈ നിൽക്കുന്നത് മധുരയെ രക്ഷിച്ച കൃഷ്ണൻ തന്നെ. എക്കാലവും ഞങ്ങളെ കാത്തു നിൽക്കുന്നത് ഇവൻ തന്നെ.
കാലേവന് ദേഷ്യം വന്നിട്ട് പൊറുതിമുട്ടി. നീ എന്റെയും ശത്രുവായ കൃഷ്ണൻ തന്നെ, നിന്റെ കഴുത്തരിഞ്ഞ് കൊലവിളി നടത്തിയിട്ട് തന്നെ കാര്യം. ആരെവിടെ? പിടിക്കവനെ, കിട്ട്. തന്ത്രശാലിയാണ് ഈ കൃഷ്ണൻ. കാലേവൻ മുന്നോട്ടാഞ്ഞു. ചുറ്റും നിന്ന സൈനികർ ആക്രോശത്തോടെ അടുത്തു. കേശവൻ ഒന്ന് കുതിച്ചു. പിന്നെ ചുഴന്നു നിന്ന സൈനികരുടെ ഇടയിലൂടെ ഊളിയിട്ട് വാങ്ങി. കാലേവനൊന്ന് പകച്ചു. ഒരു നിമിഷത്തിന് ശേഷം രാജാവ് പിടിക്കവനെയും, അവനെ കൊല്ലാനാണല്ലേ നമ്മൾ വന്നത്, പിടിക്ക്. ഞൊടി കൊണ്ട് മാധവൻ കുതിരയുടെ അടുത്തെത്തി. ഒറ്റ കുതിപ്പിന് കേശവൻ അശ്വത്തിന്റെ പുറത്തിരുന്നു. കുതിരപ്പുറത്തിരുന്ന മാധവൻ യവനനെ നോക്കി ചിരിച്ചു. കുതിര ശക്തിയോടെ മുന്നോട്ട് പാഞ്ഞു. യവന രാജാവിനെ ഉരുമ്മി വീഴ്ത്തിക്കൊണ്ട് കുതിര കുതിച്ചു. ഒടിയിൽ അമർന്ന കാലേവൻ ആക്രോശിച്ചു. എവിടെ അശ്വന്റെ? ഒരു മടം കൊണ്ടുവന്ന കുതിരയിൽ കാലേവനും ചാടിക്കയറി കുതിച്ചു വീണു. കേശവന്റെ പിറകെ വെച്ചു പിടിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ കാലേവനന് കേശവനെ കാണുവാൻ കഴിഞ്ഞു. അകലെ ഒരു ശരം പോലെ കേശവൻ കുതിരപ്പുറത്ത് പാഞ്ഞു പോകുന്നു. വാശി കയറിയ യവനൻ കേശവന്റെ പിന്നാലെ കുതിച്ചു. കൃഷ്ണൻ തിരിഞ്ഞു നോക്കി. യവനൻ വരുന്നുണ്ടെന്നറിഞ്ഞ് സന്തോഷിച്ചു. കുതിരയെ വിട്ടു. കുതിര അടുത്തുള്ള ഒരു പർവ്വതത്തിന്റെ തടപ്രദേശത്തേക്ക് കടന്നു. തൊട്ട് പിന്നാലെ യവനനും എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേശവൻ കാലയവനെ ബുദ്ധിപൂർവ്വം നയിച്ച് ശ്യാമള പർവ്വതത്തിലെത്തി. കാലയവനന്റെ കുതിര ക്ഷീണിച്ചു തുടങ്ങി. ഭഗവാന്റെ കുതിരക്കുണ്ടോ ക്ഷീണം? അതില്ല. വായിൽ നിന്ന് നുരയും പതയും വീണു. പർവ്വതത്തിന്റെ തടപ്രദേശത്തെത്തിയ കേശവൻ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി പിന്നാലെ വരുന്ന കാലയവനെ നോക്കി. കേശവൻ ഇറങ്ങുന്നത് കണ്ട് ആനന്ദത്തോടെ കാലയവനെ കുതിരയെ പായിച്ചു. ഭയവിഹ്വലത നടിച്ച കേശവൻ പർവ്വതത്തിലേക്ക് ഓടിക്കയറി. കുതിരപ്പുറത്തൊന്ന് ചാടി വീണ് വാളും ചുറ്റി കാലയവനൻ പിന്നാലെ പാഞ്ഞു. മുകളിലേക്ക് ഓടിക്കയറിയപ്പോൾ കാലയവനും കിതച്ചു. കേശവനും ക്ഷീണം നടിച്ചു. ഭഗവാനുണ്ടോ ക്ഷീണം? നടിച്ചു. മാധവൻ പാറപ്പുറത്ത് പിടിച്ച് കയറി പുല്ലുകൾ വകഞ്ഞ് മാറ്റി മുകളിലേക്ക് നൂണ് പോയി. ആക്രോശിച്ചുകൊണ്ട് കാലേവനും തൊട്ടു പിറകലായി വന്നുകൊണ്ടിരുന്നു. കാലിച്ചേർക്ക, എന്റെ അന്ത്യം അടുത്തോട്ടോ, എന്റെ രക്തം ഞാൻ ഊറ്റി കുടിക്കും. ദയനീയനെ പോലെ കേശവൻ യൂന്നില്ല രീതിയിൽ ഭഗവാൻ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ശക്തി എടുത്തിട്ടോടി. പർവ്വതത്തിന്റെ ഒരു ഭാഗത്ത് വലിയൊരു ഗുഹ ഉണ്ടായിരുന്നു. അതാണ് ഭഗവാന്റെ ലക്ഷ്യം. കൃഷ്ണൻ ഗുഹാമുഖത്തെത്തി. ഒരു നിമിഷം നിന്നു. കാലേവൻ തുടിൽ കയറി മറിഞ്ഞ് വരികയായിരുന്നു. കേശവൻ നിൽക്കുന്നത് കണ്ടപ്പോൾ യവനന് ദേഷ്യം വർദ്ധിച്ചു. ചോടിച്ചുകൊണ്ട് രാജാവ് ആഞ്ഞോടി. കേശവൻ ഗുഹയുടെ ഉള്ളിലേക്ക് പാഞ്ഞു കയറി. പിറകിൽ ഓടിയെത്തിയ കാലേവനും ഗുഹയിലേക്ക് കയറി. തടപ്രദേശത്ത് യവനന്റെ സൈന്യങ്ങൾ എത്തിക്കഴിഞ്ഞു. സൈന്യങ്ങൾ പിറകെ വരുന്നുണ്ട്. കേശവൻ ഓടിക്കയറിയ ഗുഹയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എല്ലാം അറിയുന്ന ഗോകുലേശ്വരൻ കാലത്തിന്റെ കർമ്മം പൂർണ്ണമാക്കുവാനാണ് യവനന്റെ മുന്നാലെ ഓടിയത്. വിധിയുടെ ചലനം നിയതമാണ്. അതിനെ മാറ്റുവാൻ ആർക്കും സാധ്യമല്ല. വന്നു തീരേണ്ടത് വന്നു തീരുക തന്നെ വേണം. സൂര്യവംശത്തിന്റെ നിറദീപമായിരുന്നു മാന്ധാതാവ്. മാന്ധാതാവിന്റെ മൂത്തപുത്രനായിരുന്നു അംബരീഷൻ. ഹരിഭക്തനായിട്ടാണ് അദ്ദേഹം സായുജ്യമടഞ്ഞത്. നല്ല രാജാവായിരുന്നു അംബരീഷൻ. നമുക്കറിയാലോ അംബരീഷനെ. ദുർവാസാവും അംബരീഷനും കളിച്ച കളിയല്ല. അംബരീഷന്റെ അനുജൻ ധീരനും വീരനും യോദ്ധാവുമായിരുന്നു. മുജുകുന്ദൻ എന്നാണ് അദ്ദേഹത്തിന്റെ നാമം. അംബരീഷന്റെ സഹോദരനാണ് ഈ മുജുകുന്ദൻ. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഘോരമായൊരു പോരുണ്ടായി. അതിശക്തമായിരുന്നു യുദ്ധം. പോരിൽ വീണവരുടെ ഭാഗം പരാജിതമായി. ദേവേന്ദ്രനും മറ്റുള്ളവരും അനന്തര കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. അപ്പം ബൃഹസ്പതി പറഞ്ഞു, ദേവപദേ, ഭൂലോകത്ത് മാന്ധാതാവിന്റെ മകനും ഹരിഭക്തനും അംബരീഷന്റെ അനുജനുമായ മുജുകുന്ദൻ എന്നൊരു രാജാവുണ്ട്. ആര് പറഞ്ഞു? ബൃഹസ്പതി പറഞ്ഞു. ദേവഗുരു, അദ്ദേഹം ധീരനും യോദ്ധാവും ത്രിവിക്രമനുമാണ്. അദ്ദേഹം അത്രയും ഗംഭീരനാണ്. മുജുകുന്ദനെ കൊണ്ടുവന്നാൽ ദേവലോകത്ത് നിന്ന് നമുക്ക് അസുരന്മാരെ ഓടിക്കാം എന്ന് പറഞ്ഞു. ദേവേന്ദ്രൻ അപ്പോൾ തന്നെ വൈശ്രവണന്റെ അനുമതിയോടെ പുഷ്പക വിമാനം കൊടുത്ത് മാതലിയെ അയച്ചു. ദൂതുമായി വന്ന ദൂതനെ ബഹുമാനിച്ച് നാഗപതിയുടെ അഭിമതം പൂർത്തിയാക്കുവാൻ ദേവലോകത്തേക്ക് യാത്രയായി മുജുകുന്ദൻ.
യുദ്ധകാര്യത്തിലാണ് തന്നെ വരുത്തിയതെന്നറിഞ്ഞപ്പോൾ മുചുകുന്ദൻ വളരെ സന്തോഷിച്ചു. ഏറെ നാളായി തന്റെ ഖഡ്ഗം രക്തപാനം നടത്തിയിട്ട്. പാപം, അതിനുണ്ടാവില്ല ദാഹവും വിശപ്പും, അതിന് തരമായിരിക്കുന്നു. മുചുകുന്ദന്റെ മനസ്സ് ആനന്ദത്തിൽ ആറാടി. മുചുകുന്ദനും ദേവസൈന്യവും യുദ്ധരംഗത്തേക്ക് നീങ്ങി. രാക്ഷസരുമായി മുചുകുന്ദൻ ഏറ്റുമുട്ടി. കനത്ത യുദ്ധം തന്നെ നടന്നു. രാക്ഷസപ്പടയിൽ അഗ്നിയായി മുചുകുന്ദൻ കയറി. ശലഭങ്ങൾ കണക്ക് രാക്ഷസന്മാർ പൊരിഞ്ഞു 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 പൊരിഞ്ഞു. യുദ്ധം പെട്ടെന്ന് തരുമെന്ന് കരുതിയവർക്ക് തെറ്റി. ദിവസങ്ങൾ വർഷങ്ങൾക്ക് വഴിമാറി. അയ്യോ, യുദ്ധം! എത്ര നാളായി യുദ്ധം തുടങ്ങിയിട്ടെന്ന് മുചുകുന്ദൻ മറന്നു. നിർനിദ്രനായും നിരാഹാരനായുമുള്ള യുദ്ധം മുചുകുന്ദനെ വല്ലാതെ തളർത്തി. അത്ര മാത്രം ആഹാരമില്ല, വെള്ളവും ഇല്ല, ഉറപ്പവും ഇല്ലാതെയാണ് ഇപ്പം യുദ്ധം ചെയ്യുന്നത്. എങ്കിലും വിബുധന്മാരെ രക്ഷിക്കണമെന്ന ചിന്തയോടെ മുചുകുന്ദൻ കനത്ത പോര് തന്നെ നടത്തി. ആ പോരിൽ രാക്ഷസന്മാർ തോറ്റു. അവർ പാതാളത്തിലേക്ക് ഓടിമറഞ്ഞു. പിന്നീടെന്തായി? രാത്രിഞ്ചന്മാരുടെ ഉപദ്രവത്തിൽ നിന്നും ദേവലോകത്തിന് രക്ഷിച്ചു കൊടുത്തു ഈ മുചുകുന്ദൻ. കാലയവനന്റെ വാക്കുകൾ മുചുകുന്ദൻ യഥാർത്ഥത്തിൽ കേട്ടില്ല. ദേവപതി തനിക്ക് തന്ന വരം ഓർത്തിയായിരുന്നു അദ്ദേഹം. പെട്ടെന്നാണ് എല്ലാം സംഭവിച്ചത്. ത്രുടിയിൽ ഗുഹ പ്രകാശമാനമായി. മുചുകുന്ദൻ ചുവന്നു. വദനത്തിന് ചുറ്റും അഗ്നിയോടൊരു പടലം പ്രത്യക്ഷമായി. അങ്ങനെയല്ല, ഒരു കടലാസം മറിഞ്ഞു. സന്തോഷത്തോടെ ദേവേന്ദ്രൻ മുചുകുന്ദനെ ആലിംഗനം ചെയ്തു. രാജാവിനോട് ദേവപ്രഭു പറഞ്ഞു, മഹാരാജൻ, അങ്ങയുടെ കീർത്തി എന്നും നിലനിൽക്കൂട്ടോ. ഇത് ഞാൻ മറക്കൂല, ലോകം മറക്കൂല ഈ സഹായം. ദേവലോകം അങ്ങയുടെ കരത്താലാണല്ലോ മോചിതമായത് രാജൻ. സന്തോഷത്തോടെ ഞാൻ പറയുന്നു, അങ്ങ് ആവശ്യമുള്ള വരം ചോദിച്ചു കൊള്ളുക, എന്തായാലും തരുന്നതാണ് എന്ന് പറഞ്ഞു. അഗ്രേ പശ്യാമി, ഓരോ കടമകൾ തൊഴുകയാൽ അണക്കെട്ടു കെട്ടി ചുറ്റും നിന്നിട്ടുമേതോ വിവശതയൊരു മൺകൂരയിൽ കൂരിരുട്ടിൽ കത്തിക്കും നെയ്വിളക്കിന്നരികലകമഴിഞ്ഞോർക്ക് എല്ലാം വെടിഞ്ഞെത്തെത്തും നീ എൻ മനസ്സാം തരളതയൊരു പാലാഴിയാക്കുന്നുവല്ലോ. മുചുകുന്ദൻ പറഞ്ഞു ദേവേന്ദ്രനോട്, പ്രഭോ ദേവപദേ, ഞാൻ രണത്തിൽ ക്ഷീണിതനാണ്. യുദ്ധത്തിൽ ഞാൻ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. എനിക്ക് സുഖമായ നിദ്ര വേണം, ഉറങ്ങണം, വേണ്ടൂടാ. ഇപ്പൊ അതേ വേണ്ടു എനിക്ക്. അതെങ്ങനെയുള്ള ഉറക്കാവണം? ദീർഘകാലം നിദ്രാദേവി എന്നെ പുണർന്നിരിക്കണം. അതാണ് എനിക്കിപ്പോൾ ആവശ്യം. അതാണ് എനിക്ക് വേണ്ട വരം. മുചുകുന്ദന്റെ വരപ്രാർത്ഥനയിട്ട് ദേവവതിയും ദേവന്മാരെ നിശ്ചയിച്ചു. ദേവേന്ദ്രൻ പറഞ്ഞു, താങ്കൾ ചോദിച്ച വരം അത്ഭുതം ഉളവാക്കുന്നത് തന്നെയാണല്ലോ. സുഖഭോഗങ്ങളോടെ മണ്ണിടത്തിൽ നിത്യ യൗവനദീപ്തനായി വസിക്കുവാനുള്ള വരം ഞാൻ തരാം. അങ്ങ് ആവശ്യപ്പെട്ടാൽ മതി. മണിഹർമ്മത്തിൽ സൗന്ദര്യവതികളായ കന്യകമാരുടെ പരിരംഭണ സുഖലഹരിയിൽ അങ്ങനെ കാറാടാം. ചോദിച്ചു കൊള്ളുകയേ വേണ്ടൂ. എൻ്റെ അടുത്ത് ഞാൻ തയ്യാറായി നിൽക്കുകയാണ് വരം തരാൻ വേണ്ടി. അപ്പം മുചുകുന്ദൻ പറഞ്ഞു, എനിക്ക് അത്തരം സുഖങ്ങളൊന്നും എന്നില്ല പ്രഭു. ക്ഷീണം മുറ്റി എനിക്ക് നിദ്ര വേണം. ഈ കടന്നുപോയ കാലം അത്രയും ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്കുറങ്ങണം. അതിന് ഭഗവാൻ അനുഗ്രഹിച്ചാൽ മതി എന്ന് പറഞ്ഞു. പാവം ഉണ്ടോ? അതാണ് സജ്ജനങ്ങളുടെ മഹത്വം. ദേവപതി പറഞ്ഞു, പ്രഭു, അങ്ങയുടെ അഭിമതം എങ്ങനെയോ അങ്ങനെ ആവട്ടെ. അങ്ങ് ചോദിച്ചവരെ ഞാൻ തരികയാണ്. നിദ്ര അങ്ങയെ പുണരും. മഞ്ഞിടത്തിൽ ഗോവർദ്ധന പർവ്വതത്തിന്റെ ഭാഗമായ ശ്യാമള പർവ്വതത്തിൽ വിശുദ്ധമായ ഒരു ഗുഹയുണ്ട്. അങ്ങ് അവിടെ ചെന്ന് കിടക്കുക. നിദ്രയിൽ സർവ്വതും മറന്ന് താങ്കൾ ലയിക്കും. എന്നല്ല, ആരെങ്കിലും ഭഗവാനെ ശല്യപ്പെടുത്തി ഉണർത്തിയാൽ അങ്ങയുടെ നേത്രാഗ്നിയിൽ അവൻ ഭസ്മമായി തീരുകയും ചെയ്തു. പോരെ? ഇങ്ങനെ അനുമതി നൽകി വാസവൻ വാസരാധീശ വംശജനെ മഞ്ഞിടത്തിലേക്ക് അയച്ചു. മുചുകുന്ദൻ പർവ്വതത്തിലെ ഗുഹയിലെത്തി നിദ്രയും തുടങ്ങി. വർഷങ്ങൾ കൊഴിഞ്ഞു വീണു. ഋതുക്കൾ മാറി മാറി വന്നു. വസന്തം വരികയും പോവുകയും ഹേമന്തം മഞ്ഞിടത്തിന് തണുപ്പ് നൽകുകയും ചെയ്തു. മുചുകുന്ദൻ ഒന്നും അറിയുന്നില്ല. മരിച്ചു കിടക്കും പോലെ നിദ്രാവശകനായ ലോകഗതി അറിയാതെ കിടന്നു. ഗോകുലേശന് മുചുകുന്ദ കഥ അറിയാമായിരുന്നു. അവിടത്തേക്ക് അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? കേശവൻ ഗുഹയിലേക്ക് ഓടി കയറി. പിന്നാലെ കാലയവനും എത്തി. ഗുഹക്കകം തമസിൽ നിമഗ്നമായിരുന്നു.
കേശവൻ മുചുകുന്ദൻ കിടക്കുന്ന സ്ഥലത്ത് ഓടിയെത്തി. മേൽവസ്ത്രം, ആ പീതാംബരം ഉണ്ടല്ലോ, എടുത്ത് രാജാവിനെ പൊതിഞ്ഞിട്ട് ഗുഹയുടെ ഒരു വശത്ത് ഒളിഞ്ഞു നിന്നു. കേശവനെ ഇരുട്ടിൽ കാണുവാൻ ആർക്കും ആരാ ഭഗവാനെ കണ്ടാല് തീരുവ കാണാൻ പറ്റുമോ? കേശവനായ ഇരുട്ടിൽ കാണുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. അതൊരിരുട്ട്, ഇതൊരിരുട്ടല്ലേ. പിന്നാലെ ഓടിയെത്തിയ കാലേവനന്റെ ദീർഘനിശ്വാസം ഗുഹയിൽ മുഴങ്ങി. രാക്ഷസൻ പല ഭാഗത്തും ഗുഹയിൽ അലഞ്ഞു നടന്നു. കൈവഴികളുള്ള ഗുഹയുടെ ഒരു ഭാഗത്തായിരുന്നു മുചുകുന്ദൻ ഉറങ്ങിക്കിടന്നത്. കാലേവൻ അവസാനം മുചുകുന്ദൻ കിടന്നുറങ്ങുന്ന സ്ഥലത്തെത്തി. അവസാനത്ര ഇവനെത്തുന്ന നാടേം പറ്റി തപ്പിയിട്ടത്ര ഇവനെത്തുന്നത്. ഇരുട്ടിൽ കാലേവനൻ രാജാവിനെ കണ്ടില്ല. എല്ലായിടവും തപ്പി നടന്ന രാക്ഷസന്റെ കാലുകൾ എന്തിലോ തട്ടി. ഞെട്ടിയ കാലേവനൻ പെട്ടെന്ന് കുനിഞ്ഞു നോക്കി. അതോ ഉറങ്ങുന്നു. കാലേവൻ ഒന്നുകൂടെ സൂക്ഷിച്ചു പരിശോധിച്ചു. അതാ കിടക്കുന്ന കൃഷ്ണൻ. ഇവനെന്റെ ഉള്ളിൽ ആഹ്ലാദം നുരഞ്ഞു കയറി മഞ്ഞപ്പെട്ട് പുതച്ചു കിടക്കുന്ന രൂപത്തെ അരണ്ട തെളിച്ചത്തിൽ കാലേവനും കണ്ടു. മഞ്ഞപ്പെട്ടെല്ലാം പുറപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതായാലും കോപം കൊണ്ട് സ്ഥാനം പറഞ്ഞ കാലേവനും ആക്രോശത്തോടെ പറഞ്ഞു, കള്ള കൃഷ്ണ, നീ ഇവിടെ വന്ന് ഒളിച്ചു കിടക്കുകയാണല്ലേ? നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയത് അബദ്ധമായി. തന്ത്രശാലിയാണ് നീ എന്ന് എനിക്കറിയാം. നിന്റെ എല്ലാ കുതന്ത്രങ്ങളും ഇന്ന് തീരും. ഇങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് കാലേവന് മുചുകുന്ദന്റെ നെഞ്ഞിൽ ഒരൊറ്റ ചവിട്ട്. വിധിയുടെ പൊരുൾ ആർക്കറിയാം? ഭഗവാന് മാത്രം അറിയാം. സത്യത്തിന്റെ മുഖം എങ്ങനെയാണ് തെളിഞ്ഞു വരുന്നത് എന്ന് പ്രവചിക്കുവാൻ ആർക്കാവും? ഭഗവാന് മാത്രാവും. യവനൻ മാറിലേൽപ്പിച്ച പദചലനം രാജാവിനെ ഉണർത്തി. ഞെട്ടി ഉണർന്ന രാജാവ് തന്റെ നിദ്രക്ക് ഭംഗം വരുത്തിയത് ആര് ചിന്തിച്ച് കോപത്തോടെ ചാടി എഴുന്നേറ്റു. ഇരുട്ടിൽ ദുർഭൂതം പോലെ പല്ലളിക്കുന്ന കാലേവനൻ അലറി, എടാ കൃഷ്ണ, വാളെടുക്കുക, പൊരുതുക. നിരായുധനോട് ഞാൻ യുദ്ധം ചെയ്യുകയില്ല. ഇതാ വാള്, നിൻ ശക്തി ഒന്നറിയട്ടെ. കംസനെ ചതിച്ചു കൊന്നവനല്ലേ നീ, വേഗം പോരടിക്കുക. നിന്റെ രുധിരം മുന്തുവാൻ എന്റെ വാൾത്തല തുടിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് മുചുകുന്ദന്റെ മുമ്പിലേക്ക് കാലേവൻ വാൾ നീക്കിയിട്ടു. കാലേവനന്റെ വാക്കുകൾ മുചുകുന്ദൻ യഥാർത്ഥത്തിൽ കേട്ടില്ല, ഒന്നും കേൾക്കുന്നില്ല. ദേവപതി തനിക്ക് തന്ന വരം ഓർക്കുകയായിരുന്നു അദ്ദേഹം. പെട്ടെന്നാണ് എല്ലാം സംഭവിച്ചത്. ത്രുടിയിൽ ഗുഹ പ്രകാശമാനമായി. മുചുകുന്ദൻ ചുവന്നു. വദനത്തിന് ചുറ്റും അഗ്നിയിൽ ഒരു പടലം പ്രത്യക്ഷമായി. അത് കത്തി ഉയരുവാൻ തുടങ്ങി. മുചുകുന്ദൻ ഉറങ്ങിക്കിടന്ന് ശാപാഗ്നി കത്തി ജ്വലിച്ചു. പുറത്തിറങ്ങി അഗ്നിക്കറ്റ രാജാവിന് വലം വെച്ചു. എന്നിട്ട് കാലേവനന്റെ സമീപത്തേക്ക് പാഞ്ഞു വന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ കാലേവനൻ കത്തി എരിഞ്ഞു. നിന്ന് നിൽക്കുന്നൊന്ന് അനങ്ങാൻ പോലും ഈ കാലേവനന് പറ്റിയിട്ടില്ല. കാലേവനും പുറത്തേക്ക് പോകുവാൻ ഭാവിച്ചു. ആ ഗുഹ മുഴുവൻ അഗ്നിയിൽ മൂടിയിരിക്കുന്നത് രാക്ഷസൻ അറിഞ്ഞു. കാലേവനൻ അലറിക്കൊണ്ട് പ്രാണന് വേണ്ടി പിടഞ്ഞുഴറി. ഗുഹയിൽ എവിടെ എത്തിയാലും അഗ്നി വായും വിളർന്നെടുക്കുകയാണ്. കാലേവനന്റെ വേദന കലർന്ന രോദനം ഉയർന്നു. എന്തെന്ന് വിചാരിച്ചിനി നീ, അഹങ്കാരി, ദുഷ്ട! അഗ്നി ആ രാക്ഷസന്റെ വസ്ത്രത്തിൽ പടർന്നു. അവനെ പൊതിഞ്ഞു ആ നില എരിഞ്ഞു കയറി. കാലേവൻ ഓടുവാനാവാതെ ഉടറി വീണു. അവന്റെ ശരീരത്തിൽ അഗ്നിഘോര താണ്ഡവം നടത്തി. കാലേവന്റെ ശബ്ദം നിർത്തു വന്നു. പിന്നെ ഇല്ലാതായി. രാക്ഷസ രാജാവ് ചാമ്പലായി. ഒറ്റപിടി ഭസ്മം. പെട്ടെന്ന് അഗ്നി ചുരുങ്ങി ഒരു ചെറിയ ഗോളമായി മുചുകുന്ദന്റെ കണ്ണുകളിൽ ലയിച്ചു ചേർന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. യഥാർത്ഥത്തിൽ എന്ത് നടന്നെന്ന് മുചുകുന്ദൻ അറിയുവാൻ വയ്യ. പെട്ടെന്ന് അലൗകികമായ ഒരു തേജസ് അവിടെ പരന്നു. വിസ്മയം ജനിപ്പിക്കുന്ന ആ പ്രകാശധാരയിൽ കുളിച്ച് മുചുകുന്ദൻ നിന്നു. രാജാവിന്റെ മുമ്പിൽ മുരളീധരൻ പ്രത്യക്ഷപ്പെട്ടു. അതാണ് കാര്യം. സൗവർണ കിരീടത്തോടും പുഞ്ചിരി തഞ്ചുന്ന മുഖത്തോടും വനമാലയും കൗസ്തുഭവും ധരിച്ച് വിളങ്ങുന്ന കേശവനെ കണ്ട് മുചുകുന്ദൻ കരം കൂപ്പി നിന്നു. കേശവൻ പറഞ്ഞു, മുചുകുന്ദ മഹാരാജൻ, മധുരയിൽ വസുദേവന്റെ പുത്രനായ കൃഷ്ണനാണ് ഞാൻ. അങ്ങ് എന്നെ ഇതിനു മുമ്പ് കണ്ടിരിക്കുവാൻ ഇടയില്ല. മുചുകുന്ദൻ പറഞ്ഞു, പ്രഭു, ഇനിയും മടിയനെ പരീക്ഷിക്കരുതേ. അങ്ങയുടെ ദാസനായ മുചുകുന്ദന്റെ മുമ്പിൽ പൂർണ്ണ വേഷത്തോടെ നിന്നിട്ടും അങ്ങയെ മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ എന്റെ ഈ ജന്മം
പാഴല്ലേ ഭഗവാനെ. മഹാവിഷ്ണു, ഗോകുലനാഥ, എനിക്ക് മോക്ഷം തന്ന് അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞു നമസ്കരിച്ചു അദ്ദേഹം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, കേശവൻ പറഞ്ഞു, മുരുകുന്ദ, സൂര്യവംശത്തിലും ഞാൻ അവതരിച്ചിരുന്നു. അന്ന് രാമനായി വന്ന് രാവണന്റെ വെറുപ്പ് ഞാൻ അടക്കി. അപ്പോഴും ഭഗവാൻ നിദ്രയിലായിരുന്നു, ഒന്നും അറിഞ്ഞില്ലല്ലോ. ത്രേതായുഗം കടന്നുപോയി, ദ്വാപരയുഗം ആരംഭിച്ചു. ഞാൻ ഗോകുലത്തിൽ അവതരിച്ചു. കാലയവനൻ എന്ന അസുരൻ വിധിയെ അങ്ങയുടെ നേത്രാഗ്നിൽ വെന്തെരിയേണ്ടതാണ് എന്നല്ല, ഭഗവാൻ ഉണരുകയും വേണമല്ലോ. ഇങ്ങനെ ചത്ത് കിടക്കുമ്പോൾ ഉറങ്ങിയാൽ പോരല്ലോ. താങ്കൾക്ക് വീണ്ടും മോചനം ലഭിച്ചിരിക്കുന്നു. പക്ഷേ സൂര്യവംശം ഇന്നില്ല എന്ന് ഓർക്കണം. അത് മഹർഷിമാരുടെ മനസ്സിൽ ഗാഥയായി നിലനിൽക്കുന്നു. സൂര്യവംശത്തിനെ കുറിച്ചിട്ടിപ്പം പാട്ട് മാത്രമുണ്ട്. പണ്ടുണ്ടായിരുന്നു സൂര്യവംശം, അവിടെ ഉണ്ടായിരുന്നു രാമൻ എന്നെല്ലാം പറഞ്ഞിട്ടിങ്ങനെ വർണ്ണിക്കല്. അപ്പൊ അത്ഭുതത്തോട് ചോദിച്ചു അദ്ദേഹം, പ്രഭു, എന്റെ രാജ്യം എവിടെ പോയി? ബന്ധുക്കളും സ്വന്തക്കാരും എവിടെ പോയി? ഉറങ്ങി എഴുന്നേറ്റ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നത് അത്ഭുതമായിരിക്കുന്നുവല്ലോ. അപ്പൊ പറഞ്ഞു, മുരുകുന്ദ, നീ ഉറങ്ങുവാൻ കിടന്നത് ത്രേതായുഗത്തിലാണ്. അന്ന് ജീവിച്ചിരിക്കുന്ന രാജാക്കന്മാരോ പ്രജകളോ രാജ്യങ്ങളോ ഇന്നില്ല. ഇത് ദ്വാപരയുഗമാണ്. ത്രേതായുഗത്തിന്റെ അന്ത്യത്തിൽ നടന്ന പ്രളയകാലത്ത് എല്ലാം അവസാനിച്ചു. മഹാപിണ്ഡത്തിൽ ജീവവായുക്കൾ ഒന്നായി ലയിച്ചു. ത്രേതായുഗത്തിൽ ജീവകൽപ്പകാലം എത്ര ഉണ്ടായിരുന്നോ അത്രയും കാലം ഭൂമണ്ഡലം അടക്കം പ്രപഞ്ചം ജലത്തിനടിയിൽ കിടന്നു. കാലമെത്തിയപ്പോൾ ജലമിറങ്ങി, കരതെളിഞ്ഞു, ത്രിമൂർത്തികൾ നിഷ്പന്നമായി, സൃഷ്ടിയുണ്ടായി, വീണ്ടും ജീവനുണ്ടായി, ജനമുണ്ടായി. ത്രേതായുഗത്തിലെ ഭൗതികത അതുപോലെ ദ്വാപരയുഗത്തിൽ നിലനിൽക്കുന്നില്ല മുരുകുന്ദ. എന്നാൽ ജീവന് മാറ്റമില്ല. ഒരു കൽപ്പത്തിലും അതിന് വ്യത്യാസം വരുന്നുമില്ല കേട്ടോ. താങ്കളുടെ ശരീരവും ത്രേതായുഗത്തിൽ നശിച്ചു, പക്ഷേ ജീവന് മാറ്റമില്ല. അതുകൊണ്ട് ദ്വാപരയുഗം ഉണർന്നപ്പോൾ കാലഗതി പൂർണ്ണമാക്കുവാൻ താങ്കൾ അതുപോലെ ആവിർഭവിക്കാനുണ്ടായത് മുരുകുന്ദ മഹാരാജാവേ. എങ്കിൽ പോലും ഭൗതികമായി താങ്കളുടെ ദേഹത്തിന് മാറ്റമുണ്ട് മുരുകുന്ദ. ഒന്നോർക്കുക, ഇവിടെ ഒന്നും നശിക്കുന്നില്ല കേട്ടോ. ദേഹത്തിന് മാറ്റമുണ്ട് മുരുകുന്ദ, അല്ലാതെ വേറൊന്നുമില്ല. പുതിയതായി ഒന്നും ജനിക്കുന്നുമില്ല. എല്ലാം സ്ഥിരമാണ്. മുരുകുന്ദൻ കൃഷ്ണന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, അങ്ങ് ബദരിയാശ്രമത്തിലേക്ക് പോവുക, അവിടെ വസിക്കുക, ശ്രേയസ്സുണ്ടാകും. മുരുകുന്ദനെ ആശ്രമത്തിലേക്ക് അയച്ച ശേഷം കേശവൻ മധുരക്ക് തിരിച്ചു. അപ്പം മുരുകുന്ദനും പോയി എവിടേക്ക്? ബദരിയാശ്രമത്തിലേക്ക്. ഉദ്ധവരും പോവും എവിടേക്ക്? ബദരിയാശ്രമത്തിലേക്ക്. ശ്രീരാമചന്ദ്രന്റെ ഭക്തയായ അവരും പോയതെവിടെ? ബദരിയാശ്രമത്തിലേക്ക്. അങ്ങനെ ദ്വാരക ഇനിയിപ്പം നഗരമാവാൻ പോവുകയാണ്. കാലേവനൻ ഭസ്മമായതിനു ശേഷം മാധവൻ ഗുഹാമുഖത്തെത്തി. തടപ്രദേശത്ത് യവനന്റെ അനേകം പടയാളികൾ എത്തിയിരുന്നു. അവരിൽ കുറച്ചാളുകൾ മല കയറുന്നുണ്ടായിരുന്നു. സായാഹ്നത്തിൽ അസ്തമിക്കുവാൻ വെമ്പുന്ന ആദിത്യന്റെ പ്രകാശത്തിൽ ജ്വലിക്കുന്ന കേശവനെ കണ്ട് സൈന്യങ്ങൾ ഞെട്ടി വിറച്ചു. കാലേവനൻ ഗുഹയിൽ വെന്തു മരിച്ചെന്ന് അവർക്ക് ബോധ്യാവുകയും ചെയ്തു. പോരെ, അത് മതി. അത്രമാത്രം അഗ്നിയും പുകയുമായിരുന്നല്ലോ ഗുഹയിൽ നിന്ന് ബഹിർഗമിച്ചത്. സൈന്യങ്ങൾ ക്ഷണ നേരം പോലും നിന്നില്ല. ഒടടാ ഓട്ടം. ഓടിയ വഴിക്ക് ഒരു പുല്ല് പോലും മുളക്കണ്ടേ? മുളച്ചില്ല. കാറ്റ് തട്ടിയ കരിയിലകൾ പോലെ പറന്ന് കാളിന്തിതടത്തിലെത്തി. കേശവൻ കാലയവനെ വധിച്ച വിവരം അവർ പടകുടീരത്തിൽ അറിയിച്ചു. മധുര ഉപരോധിച്ചു നിൽക്കുകയായിരുന്നു യവനപ്പട. പെട്ടെന്ന് അവർ കൈനിലകളിലേക്ക് മടങ്ങി. ആ രാത്രിയിൽ തന്നെ യവനപ്പട രാജാവില്ലാതെ സിന്ധു നദീ തടത്തിലേക്ക് തിരിച്ചു. യവനപ്പട തിരിച്ചു പോകുന്ന വിവരം മധുരയിലെ ജനങ്ങൾക്ക് ആഹ്ലാദം പകർന്നു. അവർ തെരുവിലിറങ്ങി ആഹ്ലാദ നൃത്തം നടത്തി. മധുര വീണ്ടും സുരക്ഷിതമായതായി ജനത സ്വപ്നം കണ്ടു. കുശസ്ഥലിയിലേക്ക് യാത്ര പോയ യാദവർ കരവീരപുരം കടന്നു. ഒരു വാരം കൂടി യാത്ര ചെയ്താൽ അവർ കുശസ്ഥലിയിലെത്തും. ഇത് ഒരു ആഴ്ച കൂടി നടക്കണം പാവങ്ങള് കുശസ്ഥലിയിലെത്താൻ. പിതൃഭൂമി തേടിയുള്ള യാത്ര അതിശയം ജനിപ്പിക്കുന്നതായിരുന്നു. കുശസ്ഥലിയോട് അടുക്കുന്തോറും എല്ലാവരിലും ആനന്ദം ഉണ്ടായി വന്നു.
സുരക്ഷിതത്വബോധം യാദവരിൽ പടർന്നു കയറി. ഒരിക്കലും പോരുണ്ടാവാത്ത ഒരു സ്ഥലത്ത് സുഖമായി ജീവിക്കുവാനാണ് യാത്രയെന്ന് അവർക്ക് ബോധ്യമായി. മധുരയിലെത്തിയ കേശവൻ ചെമ്പഴുക്കാ നിറമുള്ള കുതിരപ്പുറത്ത് കുശസ്ഥലിയിലേക്ക് യാത്രയായി. ഗോപികാരമണന്റെ കണക്കുകൾ തെറ്റിയില്ല. യാദവർ ദ്വാരകയിലെത്തും മുമ്പ് അവിടെ മനോഹരമായ ഒരു നഗരം പണിയണമെന്ന് കേശവൻ ഉറച്ചു. അദ്ദേഹം കുശസ്ഥലിയിൽ യാദവർക്ക് മുമ്പേ എത്തി. ശൈവതക പർവ്വതത്തിൽ വിശാലമായ പാറപ്പുറത്ത് ഭഗവാൻ അദ്ദേഹം വിശ്വകർമാവിനെ ധ്യാനിക്കുകയും ചെയ്തു. ആ വിശ്വകർമാവിനെ ധ്യാനിച്ചുകൊണ്ട് ആ പൊന്നുണ്ണിക്കണ്ണനായ ഭഗവാൻ ഇവിടെ ഇരിക്കട്ടെ, വിശ്വകർമാവ് നാളെ വരട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഭഗവാന്റെ ആജ്ഞ പോലെ ചെയ്യട്ടെ. നമുക്കെല്ലാം ആ പൊന്നുതമ്പുരാന്റെ പാദത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.